ഹലോ, വെൽക്കം ബാക്ക് ടു റിസോഴ്സ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടും പഴം വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പീസിൻ്റെ വീഡിയോസാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. മുന്നേ ഞാൻ ഓൾറെഡി കായ്പോളിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. ബനാന വെച്ചിട്ടും മുട്ട വെച്ചിട്ടും നമുക്ക് ഈസി ആയിട്ടുള്ള കാരമലൈസ്ഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈസി റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് വിരുന്നുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. കായ്പോള ഉണ്ടാക്കിയെടുക്കാനും കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനും ഞാനിവിടെ 5 വലിയ സൈസ് പഴം എടുത്തിട്ടുണ്ട്, 6 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവർ പഴുപ്പുള്ളതല്ല. ഇനി പഴുപ്പുള്ള എടുത്താലും കുഴപ്പമില്ല, നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയിൽ കുറവ് വരുത്തിയാൽ മതി കേട്ടോ. ഇനി കായ്പോളയിലേക്കുള്ള നട്ട്സ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സാണ്. നമ്മൾ കയ്യിലുള്ള എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ആ സെയിം ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ പഴം കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. പഴം ഈ ഒരു റോ കളറായി വരുമ്പോൾ, ഒരു യെല്ലോഷ് കളറായി വരുമ്പോൾ വറുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ. ഓവറായിട്ട് ഉടഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു മിക്സിൻ്റെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ പഞ്ചസാര, ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്, ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിലേക്ക് മിക്സ് വെച്ച് കൊടുക്കുക. നട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അടി കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുള്ള ബനാന മിക്സും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ള പാത്രമില്ലെങ്കിൽ താഴെ ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു പാനോ വെച്ചിട്ട് മിക്സ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിന് കുക്കിംഗ് ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചില സ്റ്റൗവിൻ്റെ ഹീറ്റ് അനുസരിച്ചിട്ട് പെട്ടെന്ന് കുക്കായി വരാനുള്ള സാധ്യത ഉണ്ട്. പെർഫെക്റ്റ് കായ്പോളയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാം കേട്ടോ. ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. മധുരം ബാലൻസ് ചെയ്ത് കിട്ടാനും കൂടെ മെയിനായിട്ട് ശ്രദ്ധിക്കുക ചെയ്യേണ്ടത്. ഓവർ മധുരമായി പോയാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മധുരം കറക്റ്റ് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കട്ടിയുള്ള പാൻ എടുക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് അത് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. മെൽറ്റായി വന്നാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്കുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കണം. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സൈസ് പഴം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരം ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വാനില എസൻസും 2 ടേബിൾ സ്പൂൺ എടുത്ത് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് പഴം ഉടയുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരിക്കാതെ വെക്കുമ്പോൾ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. 5 to 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു 10നും 15ൻ്റെ ഇടയിലായിട്ട് സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. സ്റ്റീമായി വന്നിട്ടുണ്ടോ എന്നുള്ളത്, വെന്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ജസ്റ്റ് കമഴ്ത്തി കൊടുത്താൽ താഴെയുള്ള കാരമലിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആ കേക്കിലേക്ക് ഇറങ്ങും കേട്ടോ. പഴം മുട്ടം വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി 2 റെസിപ്പീസാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.